Hi friends, welcome back to my channel. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മസാല ദോശ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനും എങ്ങനെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇത് നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചത്, ഇതും നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണ്. അതുപോലെ പഞ്ചസാര 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചോറ് 1/2 കപ്പ്, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെ അരക്കാൻ നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് മിക്സിയിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് അല്പം വെള്ളം ഒഴിക്കത്തിലേക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അരി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ തന്നെ നമ്മൾ അടുത്തായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒക്കെ കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഇതപ്പോ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതാ ഉണ്ടോ, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ അപ്പൊ ഇതപ്പോ നമ്മൾ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊരു 7 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ നമുക്ക് അതിനുശേഷം കാണാം. അപ്പൊ ഗായ്സ് ഇപ്പൊ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാവ് ഇപ്പൊ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഗ്യാസുമേൽ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാന് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ. ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. നമുക്ക് ഈ പാൻ ഒന്ന് മൂടി വെക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ മസാല ദോശ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്നു വെക്കാം. കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മസാല ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എടുത്തിട്ട് അപ്പൊ ഇതിപ്പോ നമ്മൾ ഒരു മസാല ദോശ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള എല്ലാ മസാല ദോശയും സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, തക്കാളി, വലിയ ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക്, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് തന്നെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതപ്പോ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മസാലയും ദോശയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ദോശയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് കുറച്ച് മസാല എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അടുത്തായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് കഴിക്കട്ടോ. നമ്മളെ മസാലയൊക്കെ ഇതിനകത്തുണ്ട്. അടിപൊളി കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം. അതിലേക്കും ഗുഡ് ബൈ.